ഹലോ 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 ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹൂജ കമ്പനി ഇറക്കിയ ഒരു ഹാൻഡ് മൈക്കിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കോളേജുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് ഈ ഐറ്റം കൂടുതൽ ഉപയോഗിക്കാറ്. ഈ സിസ്റ്റത്തിനൊപ്പം തന്നെ ഒരു മൈക്കും കമ്പനി കൊടുക്കുന്നുണ്ട്. ഭാരം കുറഞ്ഞതും കയ്യിൽ കൊണ്ട് നടക്കാവുന്ന എളുപ്പത്തിലുള്ളതും റീചാർജബിൾ ടൈപ്പുമായിട്ടാണ് കമ്പനി ഈ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. ഈ പ്രോഡക്റ്റിന് 2 കംപ്ലൈൻ്റാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സൗണ്ട് ഇല്ല, അതിനുശേഷം ഇപ്പോൾ അത് ഓൺ ആവുന്നില്ല. ഈ 2 കംപ്ലൈൻറ്റുകളാണ് നമ്മൾ റെഡിയാക്കുന്നത്. നമുക്കത് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. റീചാർജബിൾ ടൈപ്പ് ഒരു ബാറ്ററിയും ഒരു ബോർഡും ഒരു സ്പീക്കറും മാത്രമേ ഈ സെറ്റിനുള്ളൂ. ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ ഭാഗമാണ് ഈ കാണുന്നത്. ക്ലാസ് ടി ടൈപ്പ് ആംപ്ലിഫയർ ആണെങ്കിൽ പോലും നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് ലഭിക്കും. സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഡ്യുവൽ കോയിൽ സ്പീക്കറാണ് ഈ പ്രോഡക്റ്റിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ഔട്ട്പുട്ട് ഇല്ലാത്ത സെറ്റുകളിൽ ഈ IC കംപ്ലൈൻ്റായി കാണാറുണ്ട്. ഈ IC നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ ലഭിക്കും. അധികം വിലയൊന്നുമില്ല. നമുക്ക് ആദ്യം സെറ്റ് ഓൺ ആവാത്തത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. വോളിയം കൺട്രോളിൻ്റെ ഒപ്പം തന്നെയാണ് ഈ സെറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഈ മോഡൽ സെറ്റുകളുടെ ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആവുക എന്നുള്ളത്. ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതുമെല്ലാം ഈ ഒരു നോബ് വഴിയാണ്. അതുകൊണ്ടാണ് ഈ സ്വിച്ച് കൂടുതലും കംപ്ലൈൻ്റായി കാണാറ്. ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയാൽ പോലും പുതിയത് മാറാതെ നമുക്ക് ഈ സ്വിച്ച് തന്നെ റെഡിയാക്കി എടുക്കുവാൻ കഴിയും. ഒരു ചെറിയ സ്പ്രിങ് വഴിയാണ് ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ആ സ്പ്രിങ് പോയെങ്കിൽ മാത്രമേ പുതിയത് മാറേണ്ട ആവശ്യമുള്ളൂ. കാലപ്പഴക്കം കൊണ്ട് പൊടി കയറിയും ക്ലാവ് പിടിച്ചുമാണ് ഈ സ്വിച്ച് കംപ്ലൈൻറ്റ് വരാറ്. ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ സ്വിച്ച് വീണ്ടും പ്രോപ്പറായി വർക്ക് ചെയ്യാൻ തുടങ്ങും. സെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ചില സമയങ്ങളിൽ സെറ്റ് ഓൺ ആവുന്നുണ്ട്, എപ്പോഴും ഇത് ഓൺ ആവുന്നില്ല. ആ സ്വിച്ച് നമുക്കൊന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ സ്വിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സെറ്റ് ഇപ്പോൾ കറക്റ്റായി ഓൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ സൗണ്ട് എന്തുകൊണ്ട് ഇല്ല എന്ന് നോക്കാം. ക്ലാസ് ഡി ആംപ്ലിഫയറുകളുടെ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓഡിയോ IC മാറാതെ ICക്ക് ചുറ്റുമുള്ള കമ്പോണൻറ്റുകൾ ചെക്ക് ചെയ്യണം. ഓഡിയോ IC വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്ലൈ വരുന്ന ഭാഗത്തെ കപ്പാസിറ്ററുകൾ ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ കംപ്ലൈൻ്റായി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. രണ്ടാമത്തെ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓഡിയോ ICയിലേക്കുള്ള ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന ഭാഗത്തെ കപ്പാസിറ്ററാണ് ഈ കാണുന്നത്. വോൾട്ടേജ് വരുന്ന ഭാഗത്ത് മാത്രമല്ല ICക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള കമ്പോണൻറ്റ് കൂടി നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കമ്പോണൻറ്റുകളിൽ ഒന്നും ഷോർട്ട് കാണിക്കുന്നില്ല. ഇൻബിൽറ്റ് ബാറ്ററിയുള്ള സെറ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഓപ്പൺ ചെയ്ത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ICക്ക് ചുറ്റുമുള്ള കമ്പോണൻറ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ ആ IC ഡാമേജ് ആയപ്പോഴുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഈ സെറ്റിൻ്റെ ബാക്കിയുള്ള ഒരു കമ്പോണൻറ്റിൽ ഷോർട്ട് കാണിക്കുന്നില്ല. ആദ്യം ഷോർട്ടായ കപ്പാസിറ്റർ തന്നെയാണോ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ആ കപ്പാസിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ക്ലാസ് ഡി ആംപ്ലിഫയറുകളിൽ ചെറിയ ചെറിയ കമ്പോണൻറ്റുകൾ ആയതുകൊണ്ട് തന്നെ സോൾഡറിംഗ് അയൺ ഉപയോഗിക്കുമ്പോൾ സാവധാനം തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പോണൻറ്റിൻ്റെ അടുത്തുള്ള കമ്പോണൻറ്റ് കൂടി ഓപ്പണായി വരുവാനുള്ള സാധ്യതയുണ്ട്. ആ കമ്പോണൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോർഡിൽ ഷോർട്ട് മാറിയിട്ടുണ്ടോ എന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ കപ്പാസിറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ ബോർഡിൽ യാതൊരുവിധ ഷോർട്ടും കാണിക്കുന്നില്ല. ആ കപ്പാസിറ്റർ തന്നെയായിരുന്നു ഡാമേജ് ആയിരുന്നത്. കംപ്ലൈൻ്റായി പോയ ആ കപ്പാസിറ്ററിന് പകരം സെയിം ഒരു കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം സെറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ 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 സെറ്റ് ഓൺ ചെയ്തതിന് ശേഷം മൈക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ആ ഓഡിയോ IC ആയിരുന്നില്ല കംപ്ലൈൻറ്റ്, ഈ കാണുന്ന കപ്പാസിറ്റർ ആയിരുന്നു. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ബോർഡുകളിൽ നമ്മൾ ആദ്യം തന്നെ ഓഡിയോ IC മാറിക്കഴിഞ്ഞാലും ഈ സെറ്റുകളിൽ ഓഡിയോ ആംപ്ലിഫയർ വർക്ക് ചെയ്യുകയില്ല. ഇതുപോലുള്ള കമ്പോണൻറ്റുകളുടെ ഷോർട്ട് ആദ്യം നോക്കിയതിന് ശേഷം മാത്രമേ ഈ ബോർഡുകളിലെ ICകൾ മാറാവൂ. ഈ ഒരു കപ്പാസിറ്റർ മാത്രമേ ഈ ബോർഡിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ കപ്പാസിറ്റർ മാറിയപ്പോൾ തന്നെ ഈ സെറ്റ് വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സെറ്റിന് കവർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഹലോ 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 ഹലോ